മാക്രോ ഇക്കണോമിക്സിൽ ഇൻഫ്ലേഷൻ എന്നത് ഒഴിച്ചുകൂടാനാവാത്തൊരു വിഷയമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതിന്റെ അടിസ്ഥാന ആശയങ്ങളിൽ നല്ലൊരു വ്യക്തതയില്ലെങ്കിൽ മുന്നോട്ടുള്ള പഠനം ശരിക്കും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ ഈയൊരു സെഷനിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇൻഫ്ലേഷന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആ അടിത്തറ പാകുന്ന ഓരോ ആശയങ്ങളായിട്ടെടുത്ത് വളരെ ആഴത്തിലൊന്ന് പരിശോധിക്കാൻ പോകുകയാണ്. അപ്പോൾ ഈ വിഷയം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ആദ്യം ഇൻഫ്ലേഷൻ എന്ന ആശയത്തിന് ഒരു ആമുഖം, ഒരു ഇൻട്രൊഡക്ഷൻ. അത് കഴിഞ്ഞ് അതിൻ്റെ ഏറ്റവും കറക്റ്റായിട്ടുള്ള ആ അക്കാഡമിക് ഡെഫിനിഷൻ എന്താണെന്ന് നമ്മൾ നോക്കും. പിന്നെ അവസാനമായിട്ട് എന്തുകൊണ്ടാണ് ഈ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത്, അതിൻ്റെ മൂലകാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം അല്ലേ? ഇൻട്രൊഡക്ഷൻ ടു ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്താണെന്ന് ഒറ്റയടിക്ക് നിർവചിക്കുന്നതിന് മുൻപ് നമ്മൾ കുറച്ച് ബേസിക് കാര്യങ്ങളൊന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. എന്താണ് പണം? അതിൻ്റെ മൂല്യം എന്താണ്? വിലകൾ എങ്ങനെയാണ് ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഈയൊരു അടിത്തറ സ്ട്രോങ് ആക്കിയിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഓക്കെ, പണത്തിന് പ്രധാനമായും 3 ധർമ്മങ്ങളാണുള്ളത്. ഒന്ന് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, അതായത് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ള ഒരു മാധ്യമം. പണ്ട് ബാർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കുന്നത് ഈ ഒരു ഫംഗ്ഷനാണ്. രണ്ടാമത്തേത് യൂണിറ്റ് ഓഫ് അക്കൗണ്ട്, എന്നുവെച്ചാൽ എല്ലാ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഒരു പൊതുവായ മൂല്യം അളക്കാൻ സഹായിക്കുന്നു. 1 കിലോ അരിക്ക് ഇത്ര രൂപ, ഒരു കാറിന് ഇത്ര രൂപ എന്നൊക്കെ പറയാൻ കഴിയുന്നത് ഇതുകൊണ്ടാണ്. പിന്നെ മൂന്നാമത്തേത് സ്റ്റോർ ഓഫ് വാല്യൂ, അതായത് നമ്മുടെ സമ്പത്ത് അല്ലെങ്കിൽ മൂല്യം ഭാവിയിലേക്ക് സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് പണം. പണത്തിന്റെ മൂല്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് പേർച്ചേസിംഗ് പവർ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഒരു യൂണിറ്റ് പണം കൊണ്ട്, അതായത് 1 രൂപയോ അല്ലെങ്കിൽ 100 രൂപയോ ആകട്ടെ, അതുകൊണ്ട് നമുക്ക് എത്രത്തോളം സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങാൻ കഴിയും എന്നതിൻ്റെ അളവാണ്. ഇതൊരു സിമ്പിൾ ലോജിക്കാണ് അല്ലേ? സാധനങ്ങളുടെ വില കൂടുമ്പോൾ അതേ പണം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളെ വാങ്ങാൻ പറ്റൂ. അതായത് പണത്തിന്റെ പേർച്ചേസിംഗ് പവർ കുറഞ്ഞു. വില കുറയുമ്പോഴോ പേർച്ചേസിംഗ് പവർ കൂടും. പക്ഷേ ഒരു ചോദ്യമുണ്ട്, വിലകൾ മാറുമ്പോൾ എന്ത് സംഭവിക്കും? ശരി, എന്നാൽ എല്ലാ വിലമാറ്റങ്ങളും ഒരുപോലെയാണോ? ഒന്നാലോചിച്ചു നോക്കൂ. ഒരു സാധനത്തിന്റെ, ഉദാഹരണത്തിന് ഉള്ളിയുടെ വില മാത്രം കൂടുന്നതും നാട്ടിലുള്ള മിക്കവാറും എല്ലാ സാധനങ്ങളുടെയും വില ഒരുമിച്ചു കൂടുന്നതും ഒന്നാണോ? അല്ല. ഈയൊരു വ്യത്യാസം മനസ്സിലാക്കുന്നത് ഇൻഫ്ലേഷൻ പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. ഈ സ്ലൈഡിൽ കാണുന്ന വ്യത്യാസം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധിക്കുക, ഇടതുവശത്ത് റിലേറ്റീവ് പ്രൈസ് എന്ന് കാണുന്നില്ലേ? അത് ഒരു സാധനത്തിന്റെ വില മറ്റൊന്നുമായി താരതമ്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന മാറ്റമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മോശം വിളവെടുപ്പ് കാരണം ഉള്ളിയുടെ വില മാത്രം കൂടി. അത് റിലേറ്റീവ് പ്രൈസ് ചേഞ്ചാണ്. എന്നാൽ വലതുവശത്തുള്ള ജനറൽ പ്രൈസ് ലെവൽ അങ്ങനെയല്ല. അത് ഒരു സമ്പദ്വ്യവസ്ഥയിലെ ഒട്ടുമിക്ക സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒരു ശരാശരി വില നിലവാരമാണ്. ഭക്ഷണസാധനങ്ങൾ, ഇന്ധനം, വീട്ടുവാടക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഓർക്കുക, ഇൻഫ്ലേഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ അത് ജനറൽ പ്രൈസ് ലെവലിലെ വർധനവിനെക്കുറിച്ചാണ്, അല്ലാതെ 1-2 സാധനങ്ങളുടെ വില കൂടുന്നതിനെക്കുറിച്ചല്ല. ശരി, അപ്പോൾ ആ അടിസ്ഥാന കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായി. ഇനി നമുക്ക് ഇൻഫ്ലേഷന്റെ ഏറ്റവും കൃത്യമായ ആ അക്കാഡമിക് ഡെഫിനിഷനിലേക്ക് കടക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം ഓരോ വാക്കിനും അതിൻ്റേതായ അർത്ഥമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ നിർവചനം ഒന്ന് കീറിമുറിച്ച് പരിശോധിക്കാം. ഇതാണ് ആ നിർവചനം. ശ്രദ്ധിച്ചു കേൾക്കുക. ഇൻഫ്ലേഷൻ ഈസ് എ സസ്റ്റെയിൻഡ് ഇൻക്രീസ് ഇൻ ദി ജനറൽ പ്രൈസ് ലെവൽ ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഒന്നുകൂടി പറയാം, ഇൻഫ്ലേഷൻ ഈസ് എ സസ്റ്റെയിൻഡ് ഇൻക്രീസ് ഇൻ ദി ജനറൽ പ്രൈസ് ലെവൽ ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ചുരുക്കി പറഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിൽ പൊതുവായ വില നിലവാരത്തിൽ, അതായത് ആ ജനറൽ പ്രൈസ് ലെവലിൽ ഉണ്ടാകുന്ന ഒരു തുടർച്ചയായ വർധനവ്, അതാണ് പണപ്പെരുപ്പം. ഈ നിർവചനത്തിലെ 3 വാക്കുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, സസ്റ്റെയിൻഡ് എന്നുവെച്ചാൽ ഇത് തുടർച്ചയായ ഒന്നാണ്. പെട്ടെന്നൊരു ദിവസം പെട്രോളിന് വില കൂടി, പിന്നെ കുറഞ്ഞു. അതല്ല ഇൻഫ്ലേഷൻ. വിലകൾ തുടർച്ചയായി ഒരു ട്രെൻഡ് പോലെ മുകളിലേക്ക് പോകുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ വാക്ക് ജനറൽ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 1-2 സാധനങ്ങളുടെ വില കൂടുന്നതല്ല, മറിച്ച് സമ്പദ്വ്യവസ്ഥയിലുടനീളമുള്ള ഒരു വില വർധനവാണ്. ബ്രോഡ് ബേസ്ഡ് ആയിരിക്കണം. മൂന്നാമത്തേത് ഓവർ ടൈം. ഇൻഫ്ലേഷൻ എപ്പോഴും ഒരു കാലയളവിനെ അപേക്ഷിച്ച് പറയുന്നൊരു നിരക്കാണ്, ഒരു റേറ്റ് ഓഫ് ചേഞ്ചാണ്. സാധാരണയായി നമ്മൾ ഇയർ ഓൺ ഇയർ പെർസെൻറ്റേജിലാണ് ഇത് പറയാറ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഈ ജനറൽ പ്രൈസ് ലെവലിലെ മാറ്റം നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത്? അതിനാണ് നമ്മൾ പ്രൈസ് ഇൻഡെക്സുകൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അഥവാ CPI, അല്ലെങ്കിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് WPI എന്നൊക്കെ.
ഈ ഇൻഡെക്സുകളിലെ ശതമാനമാറ്റമായാണ് നമ്മൾ ഇൻഫ്ലേഷൻ കണക്കാക്കുന്നത്. അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇൻഫ്ലേഷൻ എന്നത് ഒരു സംഖ്യയല്ല, അതൊരു നിരക്കാണ്, ഒരു റേറ്റാണ്. ശരി, അപ്പം നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതായിരിക്കും. ഇൻഫ്ലേഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു, അത് എങ്ങനെ നിർവചിക്കണമെന്ന് പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്നാണ്. ഇതിന്റെ മൂലകാരണങ്ങൾ മനസ്സിലാക്കുന്നത് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അത്യാവശ്യമാണ്. ഇൻഫ്ലേഷന് ഒരുപാട് കാരണങ്ങളുണ്ടാകാം, പക്ഷെ പ്രധാനപ്പെട്ടവയെ നമുക്ക് 5 തലക്കെട്ടുകളായിട്ട് തിരിക്കാം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഡിമാൻഡ് സൈഡ് പ്രഷേഴ്സ്, രണ്ടാമത്തത് സപ്ലൈ സൈഡ് കൺസ്ട്രെയിൻസ്, മൂന്നാമത്തത് എക്സ്പാൻഷൻ ഓഫ് മണി സപ്ലൈ, നാലാമത്തത് ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ്, പിന്നെ അഞ്ചാമത്തത് സ്ട്രക്ചറൽ റിജിഡിറ്റീസ്. പേടിക്കേണ്ട, ഇവ ഓരോന്നും എന്താണെന്ന് നമുക്കിപ്പോൾ വിശദമായിട്ട് തന്നെ നോക്കാം. നമുക്ക് ആദ്യത്തെ കാരണത്തിലേക്ക് വരാം. ഡിമാൻഡ് സൈഡ് പ്രഷേഴ്സ്. ഇതിനെ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്നും പറയും. ആ പേര് തന്നെയുണ്ട് അതിന്റെ അർത്ഥം. ഇക്കണോമിക്സിലൊരു ഫേമസ് വാചകമുണ്ട്, ടു മച്ച് മണി ചേസിംഗ് ടു ഫ്യൂ ഗുഡ്സ് എന്ന്. അതായത് കുറച്ച് സാധനങ്ങളെ വാങ്ങാൻ ഒരുപാട് പണം മത്സരിക്കുന്ന ഒരവസ്ഥ. സമ്പദ്വ്യവസ്ഥയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഡിമാൻഡ് വരുമ്പോൾ അത് സ്വാഭാവികമായും വിലകളെ മുകളിലേക്ക് വലിക്കുന്നു. അതാണ് ഡിമാൻഡ് പുൾ. ഈ ആശയം കുറച്ചുകൂടി വ്യക്തമാക്കാൻ നമുക്ക് ആഗ്രിഗേറ്റ് ഡിമാൻഡ് AD, ആഗ്രിഗേറ്റ് സപ്ലൈ AS എന്ന ഫ്രെയിംവർക്ക് ഉപയോഗിക്കാം. ഇത് വളരെ സിമ്പിളാണ്. ആഗ്രിഗേറ്റ് ഡിമാൻഡ് അഥവാ AD എന്ന് പറഞ്ഞാൽ ഒരു സമ്പദ്വ്യവസ്ഥയിലെ മൊത്തം ഡിമാൻഡാണ്. ആഗ്രിഗേറ്റ് സപ്ലൈ അഥവാ AS എന്ന് പറഞ്ഞാൽ ആ സമ്പദ്വ്യവസ്ഥയുടെ മൊത്തം ഉൽപ്പാദനശേഷിയും. അപ്പോൾ എപ്പോഴാണോ ഈ മൊത്തം ഡിമാൻഡ് AD മൊത്തം സപ്ലൈയെ AS മറികടക്കുന്നത്, അതായത് AD ഈസ് ഗ്രേറ്റർ ദാൻ AS, അപ്പോൾ എന്ത് സംഭവിക്കും? വിലകൾ മുകളിലേക്ക് പോകും. ഇതാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷന്റെ മെക്കാനിസം. ഇനി രണ്ടാമത്തെ കാരണം, ഇത് ഡിമാൻഡിന്റെ ഭാഗത്ത് നിന്നല്ല, മറിച്ച് സപ്ലൈയുടെ ഭാഗത്ത് നിന്നാണ് വരുന്നത്. അതിനെയാണ് സപ്ലൈ സൈഡ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ കാര്യം വ്യക്തമാണല്ലേ. ഉൽപ്പാദനത്തിനാവശ്യമായ ചെലവുകൾ, അതായത് കോസ്റ്റ്, വർദ്ധിക്കുമ്പോൾ അത് സാധനങ്ങളുടെ വിലകളെ മുകളിലേക്ക് തള്ളിവിടുന്നു. ഉദാഹരണത്തിന് ക്രൂഡ് ഓയിലിന്റെ വില കൂടുന്നത്, അല്ലെങ്കിൽ തൊഴിലാളികളുടെ വേതനം വർദ്ധിക്കുന്നത് ഒക്കെ ഇതിൽ വരും. ഈ സ്ലൈഡ് നോക്കൂ. ഇത് ആ 2 ആശയങ്ങളെയും വളരെ ലളിതമായിട്ട് സംഗ്രഹിക്കുകയാണ്. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നു, പക്ഷേ സപ്ലൈക്ക് അതിനൊപ്പം എത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് വിലകൾ മുകളിലേക്ക് വലിക്കപ്പെടുന്നു. എന്നാൽ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനിലോ ഉൽപ്പാദന ചെലവ് കൂടുന്നു. അത് കാരണം മൊത്തം സപ്ലൈ കുറയുന്നു. അത് വിലകളെ മുകളിലേക്ക് തള്ളിവിടുന്നു. ആ പുൾ പുഷ് വ്യത്യാസം ഓർത്തുവെക്കുക. മൂന്നാമത്തെ കാരണം എക്സ്പാൻഷൻ ഓഫ് മണി സപ്ലൈ, അതായത് പണത്തിന്റെ ലഭ്യത കൂടുന്നത്. ഇതൊരു തരത്തിൽ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. സെൻട്രൽ ബാങ്ക് സമ്പദ്വ്യവസ്ഥയിലേക്ക് കൂടുതൽ പണം ഇറക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആളുകളുടെയും സ്ഥാപനങ്ങളുടെയും കയ്യിൽ കൂടുതൽ പണം വരും. ഇതിനെയാണ് നമ്മൾ എക്സസ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. കയ്യിൽ കൂടുതൽ പണം വരുമ്പോൾ സ്വാഭാവികമായും ആളുകൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങും. ഈ വർദ്ധിച്ച ഡിമാൻഡ് വീണ്ടും വിലകളിൽ സമ്മർദ്ദം ചെലുത്തുന്നു. നാലാമത്തെ കാരണം കുറച്ച് വ്യത്യസ്തമാണ്. ഇതൊരു സൈക്കോളജിക്കൽ ഫാക്ടറാണ്. ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ്, അതായത് ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകൾ. നാളെ വില കൂടുമെന്ന് എല്ലാവരും അങ്ങ് പ്രതീക്ഷിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? തൊഴിലാളികൾ പറയും, ഞങ്ങൾക്ക് ശമ്പളം കൂട്ടിത്തരണം, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. കമ്പനികളോ, അവർ ചിന്തിക്കും, നാളെ റോ മെറ്റീരിയൽസിന് വില കൂടും, അതുകൊണ്ട് ഇന്നേ നമ്മുടെ പ്രൊഡക്റ്റിന്റെ വില കൂട്ടിയേക്കാം. കണ്ടോ, എല്ലാവരും വില കൂടുമെന്ന് പ്രതീക്ഷിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ വില കൂടാൻ തന്നെ കാരണമാകുന്നു. ഇതിനെയാണ് ഒരു സെൽഫ് ഫുൾഫില്ലിംഗ് പ്രോഫസി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അവസാനത്തെ കാരണം സ്ട്രക്ചറൽ റിജിഡിറ്റീസ്. ഇതിനെ നമുക്ക് ഒരു സമ്പദ്വ്യവസ്ഥയിലെ ഘടനാപരമായ പ്രശ്നങ്ങൾ എന്ന് പറയാം. ചിലപ്പോൾ ഡിമാൻഡും കൂടുതലായിരിക്കില്ല, കോസ്റ്റും കൂടിയിട്ടുണ്ടാവില്ല. പക്ഷേ സിസ്റ്റത്തിലുള്ള ചില പ്രശ്നങ്ങൾ കാരണം വില കൂടാം. ഉദാഹരണത്തിന് സാധനങ്ങൾ പൂഴ്ത്തിവെക്കുന്നത്, അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ കൃഷിയിടത്തിൽ നിന്ന് മാർക്കറ്റിലെത്താനുള്ള താമസം, മോശം റോഡുകൾ, സംഭരണ സൗകര്യങ്ങളുടെ കുറവ്. ഇങ്ങനെയുള്ള തടസ്സങ്ങൾ സപ്ലൈയെ കാര്യമായി ബാധിക്കും. സ്വാഭാവികമായും അത് വില കൂടുന്നതിലേക്ക് നയിക്കും. ഓക്കെ, അപ്പോൾ ഇൻഫ്ലേഷന്റെ പ്രധാന കാരണങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് റീക്യാപ്പ് ചെയ്യാം. എന്തൊക്കെയാണ് ആ കോർ ഡ്രൈവേഴ്സ്? 1, എക്സസ് ഡിമാൻഡ്, അതായത് ഡിമാൻഡ് സപ്ലൈയേക്കാൾ കൂടുമ്പോൾ. 2, കോസ്റ്റ് പുഷ്, അതായത് ഉൽപ്പാദന ചെലവ് കൂടുമ്പോൾ. 3, എക്സസ് ലിക്വിഡിറ്റി, അതായത് സിസ്റ്റത്തിൽ അധികമായി പണം വരുമ്പോൾ. പിന്നെ 4, എക്സ്പെക്ടേഷൻസ്, അതായത് വില കൂടുമെന്നുള്ള നമ്മുടെയൊക്കെ പ്രതീക്ഷകൾ. ഈ അടിസ്ഥാന കാരണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല വ്യക്തതയുണ്ടെങ്കിൽ ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് സങ്കീർണമായ ചോദ്യത്തെയും നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ നേരിടാൻ സാധിക്കും. നമസ്കാരം. നമ്മളെല്ലാവരും പണപ്പെരുപ്പം എന്ന് കേൾക്കാറുണ്ട്, അല്ലേ? സാധനങ്ങൾക്ക് വില കൂടുന്ന ആ അവസ്ഥ.
പക്ഷെ ഒരു കാലത്ത് സാമ്പത്തിക ശാസ്ത്രജ്ഞർക്ക് പോലും ഇതൊരു വലിയ തലവേദനയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ തന്നെ മാറ്റിമറിച്ച ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു 1970കൾ. നമുക്കൊരു സിമ്പിൾ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഒരു രാജ്യത്ത് സാധനങ്ങൾക്ക് വില കൂടുന്നു, അതായത് പണപ്പെരുപ്പം. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾക്ക് ജോലിയില്ലാതാവുന്നു, അതായത് തൊഴിലില്ലായ്മ. ഇത് രണ്ടും ഒരേ സമയം സംഭവിക്കുമോ? ഒരുപാട് കാലം ലോകത്തിലെ വലിയ സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞിരുന്നത് ഇല്ല, ഒരിക്കലുമില്ല എന്നായിരുന്നു. പക്ഷെ ആ വിശ്വാസത്തെ തകർത്തെറിഞ്ഞ ഒരു സംഭവമുണ്ടായി. ഈ കഥ മുഴുവനായി മനസ്സിലാക്കാൻ നമുക്ക് 4 ഭാഗങ്ങളിലൂടെ ഒന്ന് വേഗത്തിൽ കടന്നുപോകാം. ആദ്യം 1970കൾക്ക് മുൻപ് എല്ലാവരും എന്താണ് വിശ്വസിച്ചിരുന്നതെന്ന് നോക്കാം. പിന്നെ ആ വിശ്വാസങ്ങളെല്ലാം തകർത്ത സ്റ്റാഗ്ഫ്ലേഷൻ എന്ന ആഘാതത്തെക്കുറിച്ച് പഠിക്കാം. അതിനുശേഷം വന്ന പുതിയ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. അവസാനം ഈ പഴയതും പുതിയതുമായ കാഴ്ചപ്പാടുകളെ നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. അപ്പോ നമ്മുടെ ആദ്യ ഭാഗം 1970 മുൻപുള്ള കാലം. മഹാസാമ്പത്തിക മാന്ദ്യത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും ശേഷം ലോകം മുഴുവൻ സാമ്പത്തിക നയങ്ങൾ രൂപീകരിച്ചത് ഒരു പ്രധാനപ്പെട്ട സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു. അതിനെയാണ് നമ്മൾ കെയ്ൻഷ്യൻ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അതായിരുന്നു അക്കാലത്തെ സാമ്പത്തിക രംഗത്തെ അവസാന വാക്ക്. ഈ ചിന്താധാരയുടെ പിന്നിലെ പ്രധാന തലച്ചോറ് ജോൺ മെയ്നാർഡ് കെയ്ൻസ് എന്ന അതിപ്രഗത്ഭനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു. ലോകം വലിയ സാമ്പത്തിക തകർച്ച നേരിട്ടപ്പോൾ അതിൽ നിന്ന് കരകയറാൻ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഒരുപാട് സഹായിച്ചു. അതുകൊണ്ടുതന്നെ അന്നത്തെ സർക്കാരുകൾക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ വേദവാക്യം പോലെയായിരുന്നു. അപ്പോ എന്തായിരുന്നു ഈ കെയ്ൻഷ്യൻ തിയറി? വളരെ സിമ്പിളാണ്. പണപ്പെരുപ്പം ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഡിമാൻഡ് പുള്ളാണ്. അതായത് ഒരുപാട് ആളുകൾ കുറച്ച് സാധനങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരവസ്ഥ. എല്ലാവരുടെയും കയ്യിൽ ധാരാളം പണമുണ്ടെന്ന് വയ്ക്കുക. അവരെല്ലാം സാധനങ്ങൾ വാങ്ങാൻ ഓടും. പക്ഷെ കടകളിൽ അത്രയും സാധനങ്ങളില്ലെങ്കിലോ? സ്വാഭാവികമായും വില കൂടും, അല്ലേ? ഇത് നിയന്ത്രിക്കാൻ സർക്കാരിന് നികുതി കൂട്ടുകയോ സ്വന്തം ചെലവുകൾ കുറയ്ക്കുകയോ ചെയ്യാമെന്നും കെയ്ൻസ് പറഞ്ഞു. ഈ സിദ്ധാന്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതായിരുന്നു: പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും തമ്മിൽ ഒരു വിപരീത ബന്ധമുണ്ട്, ഒരു തരം ട്രേഡ് ഓഫ്. അതായത് തൊഴിലില്ലായ്മ കുറയ്ക്കണമെങ്കിൽ കുറച്ചു വിലക്കയറ്റം നമ്മൾ സഹിക്കേണ്ടിവരും. ഇനി വിലക്കയറ്റം പിടിച്ചു നിർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ തൊഴിലില്ലായ്മ കൂടാൻ സാധ്യതയുണ്ട്. ഈ ബന്ധം ഫിലിപ്സ് കർവ് എന്ന പേരിൽ ഒരു ഗ്രാഫിലൂടെയാണ് അവതരിപ്പിച്ചത്. ഇത് സർക്കാരുകൾക്ക് ഒരു റെസ്റ്റോറന്റിലെ മെനു കാർഡ് പോലെയായിരുന്നു. അവർക്ക് തിരഞ്ഞെടുക്കാം. ഓപ്ഷൻ എ കുറഞ്ഞ തൊഴിലില്ലായ്മയും കുറച്ചുകൂടിയ പണപ്പെരുപ്പവും, അല്ലെങ്കിൽ ഓപ്ഷൻ ബി കൂടിയ തൊഴിലില്ലായ്മയും കുറഞ്ഞ പണപ്പെരുപ്പവും. ഈ തിരഞ്ഞെടുപ്പ് എപ്പോഴും സാധ്യമാണെന്നും സ്ഥിരമാണെന്നുമായിരുന്നു വിശ്വാസം. പക്ഷേ ഈ ഒരു സുന്ദരമായ സിദ്ധാന്തം അധികകാലം നിന്നില്ല. കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരാൻ പോവുകയാണ്. പതിറ്റാണ്ടുകളായി എല്ലാവരും വിശ്വസിച്ചിരുന്ന ഒരു വലിയ സാമ്പത്തിക സിദ്ധാന്തം യഥാർത്ഥ ലോകത്തിലെ ഒരു പ്രതിസന്ധിക്കു മുന്നിൽ തകർന്നു വീണ നിമിഷം. 1950കളിലും 60കളിലുമൊക്കെ ലോകം സാമ്പത്തികമായി മുന്നോട്ട് കുതിക്കുകയായിരുന്നു. തൊഴിലില്ലായ്മ കുറവായിരുന്നു. ഫിലിപ്സ് കർവ് പറയുന്നതൊക്കെ ശരിയാണെന്ന് എല്ലാവരും ഉറപ്പിച്ചു. എന്നാൽ 1973ൽ ഒപെക് രാജ്യങ്ങൾ എണ്ണ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. എണ്ണവില ഒറ്റയടിക്ക് 4 ഇരട്ടിയായി. ഇത് ലോകം മുഴുവൻ ഉൽപ്പാദനച്ചെലവ് കൂട്ടി ആഗോള സമ്പദ്വ്യവസ്ഥയെ ശരിക്കും പിടിച്ചുകുലുക്കി. അപ്പോഴാണ് സാമ്പത്തിക നിഘണ്ടുവിൽ പുതിയൊരു വാക്ക് വരുന്നത്: സ്റ്റാഗ്ഫ്ലേഷൻ. സാമ്പത്തിക മുരടിപ്പ്, അതായത് സ്റ്റാഗ്നേഷൻ, ഒപ്പം പണപ്പെരുപ്പം, അതായത് ഇൻഫ്ലേഷൻ. ഇത് രണ്ടും ഒരുമിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു അത്. തൊഴിലില്ലായ്മ കൂടുന്നു, അതോടൊപ്പം വിലക്കയറ്റവും റോക്കറ്റ് പോലെ മുകളിലേക്ക് പോകുന്നു. ഫിലിപ്സ് കർവ് അനുസരിച്ച് ഇത് അസാധ്യമായിരുന്നു. അതെ, ഇതാണ് പോയിന്റ്. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന യാഥാർത്ഥ്യം കെയ്ൻഷ്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിത്തറ തന്നെ ഇളക്കി. പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും തമ്മിൽ അങ്ങനൊരു സ്ഥിരമായ ട്രേഡ് ഓഫ് ഇല്ലെന്ന് ലോകം തിരിച്ചറിഞ്ഞു. ഫിലിപ്സ് കർവ് എന്ന മെനു കാർഡ് കീറിക്കളയേണ്ടി വന്നു. സാമ്പത്തിക ശാസ്ത്രജ്ഞർക്ക് പുതിയ ഉത്തരങ്ങൾ കണ്ടെത്തേണ്ട ഒരു വലിയ പ്രതിസന്ധി. ഈ പ്രതിസന്ധിയിൽ നിന്നാണ് പുതിയൊരു ചിന്താധാര ഉദയം ചെയ്തത്. മിൽട്ടൺ ഫ്രീഡ്മാനെ പോലുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞർ മുന്നോട്ടുവെച്ച മോണിറ്ററിസം. അവർ പണപ്പെരുപ്പത്തെ നോക്കിക്കണ്ടത് തികച്ചും വ്യത്യസ്തമായൊരു കണ്ണിലൂടെയായിരുന്നു. മോണിറ്ററിസത്തിന്റെ ആശയം വളരെ സിമ്പിളായിരുന്നു, പക്ഷെ ഭയങ്കര പവർഫുള്ളും. അവർ പറഞ്ഞു, പണപ്പെരുപ്പത്തിന്റെ പ്രധാന കാരണം ആളുകൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നതല്ല, മറിച്ച്
ഒരു രാജ്യത്തെ സെൻട്രൽ ബാങ്ക് ആവശ്യത്തിൽ കൂടുതൽ പണം അച്ചടിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് പണം വിപണിയിലെത്തുമ്പോൾ പണത്തിന്റെ വിലയിടിയും, സാധനങ്ങളുടെ വില കൂടും. ഫ്രീഡ്മാൻ പറഞ്ഞതുപോലെ കുറച്ച് സാധനങ്ങളെ ഒരുപാട് പണം പിന്തുടരുന്ന അവസ്ഥ. ഇവിടെയാണ് ഏറ്റവും വലിയ മാറ്റം വരുന്നത്. മോണിറ്ററിസ്റ്റുകൾ പറഞ്ഞു, ആ ഫിലിപ്സ് കർവിലെ ട്രേഡ് ഓഫ് കുറച്ചുകാലത്തേക്ക് മാത്രമേ കാണുകയുള്ളൂ, കാരണം മനുഷ്യരുടെ പ്രതീക്ഷകൾക്ക് വലിയ പങ്കുണ്ട്. ഇപ്പോ നാളെ സാധനങ്ങൾക്ക് വില കൂടുമെന്ന് നമ്മൾ എല്ലാവരും കരുതുന്നു എന്ന് വെക്കുക. അപ്പോ എന്ത് സംഭവിക്കും? നമ്മൾ കൂടുതൽ ശമ്പളം ആവശ്യപ്പെടും. കമ്പനികൾ ശമ്പളം കൂട്ടുമ്പോൾ അവരുടെ ചെലവ് കൂടും. അവർക്ക് പുതിയ ആളുകളെ ജോലിക്ക് വെക്കാൻ പറ്റാതെ വരും. അവസാനം തൊഴിലില്ലായ്മ അതിന്റെ ഒരു സ്വാഭാവിക നിരക്കിലേക്ക് തിരിച്ചുവരും. പക്ഷേ പണപ്പെരുപ്പം കൂടിയ അവസ്ഥയിലായിരിക്കും എന്ന് മാത്രം. അപ്പൊ കിട്ടിയ ഏറ്റവും വലിയ പാഠം എന്തായിരുന്നു? ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് ഒരു പാറയിൽ കൊത്തിയ നിയമമല്ല. അതൊരു സ്റ്റാറ്റിക് ഗ്രാഫല്ല. ആളുകളുടെ പ്രതീക്ഷകൾ മാറുന്നതനുസരിച്ച് ആ ഗ്രാഫ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തയെ തന്നെ മാറ്റിമറിച്ച ഒരു കണ്ടെത്തലായിരുന്നു അത്. ഓക്കേ, അപ്പൊ നമ്മൾ 2 കാലഘട്ടങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്ക് ഇവ രണ്ടും തമ്മിലൊന്ന് നേർക്കുനേർ വെച്ചു നോക്കാം, അല്ലേ? 1970 മുൻപുള്ള ചിന്തയും അതിനുശേഷമുള്ള ചിന്തയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഈ പട്ടിക നോക്കിയാൽ വ്യത്യാസം വ്യക്തമാണ്. പണപ്പെരുപ്പത്തിന്റെ കാരണം ഒന്നാമത്തെ കൂട്ടർക്ക് അമിത ഡിമാൻഡായിരുന്നെങ്കിൽ രണ്ടാമത്തെ കൂട്ടർക്കത് അമിതമായ പണവിതരണമായിരുന്നു. പരിഹാരവും വ്യത്യസ്തം. കെയ്ൻഷ്യൻ സർക്കാരിന്റെ ധനനയത്തിൽ വിശ്വസിച്ചു. എന്നാൽ മോണിറ്ററിസ്റ്റുകൾ സെൻട്രൽ ബാങ്കിന്റെ പണനയത്തിനാണ് ഊന്നൽ നൽകിയത്. പക്ഷേ ഏറ്റവും വലിയ വ്യത്യാസം നോക്കൂ. കെയ്ൻഷ്യൻ മോഡലിൽ ഒരു മൂലയ്ക്ക് ഒതുക്കപ്പെട്ട പ്രതീക്ഷകൾ എന്ന ആശയം മോണിറ്ററിസ്റ്റ് ചിന്തയുടെ ഹൃദയഭാഗത്തേക്ക് വന്നു. ഈ മാറ്റം കാരണം കളിക്കാരെ തന്നെ മാറി. പണ്ട് ഗവൺമെന്റായിരുന്നു സാമ്പത്തിക രംഗത്തെ ഡ്രൈവിംഗ് സീറ്റിലെങ്കിൽ 1970കൾക്ക് ശേഷം ആ റോള് സെൻട്രൽ ബാങ്കുകൾ ഏറ്റെടുത്തു. ഇന്ന് നമ്മൾ റിസർവ് ബാങ്ക് പലിശനിരക്ക് കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒക്കെ കാണുന്നില്ലേ? അതിന്റെ എല്ലാം തുടക്കം ഇവിടെ നിന്നാണ്. അപ്പോ ചുരുക്കത്തില് എന്താണ് സംഭവിച്ചത്? പണ്ടുണ്ടായിരുന്ന ആ സ്ഥിരമായ മെനു ഇല്ല. കാരണം ആളുകൾ മെനുവിനനുസരിച്ച് പെരുമാറാൻ തുടങ്ങിയപ്പോൾ ആ മെനു തന്നെ മാറാൻ തുടങ്ങി. ദീർഘകാലത്തേക്ക് പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും തമ്മിൽ ഒരു തിരഞ്ഞെടുപ്പ് സാധ്യമല്ലെന്ന് സാമ്പത്തിക ലോകം മനസ്സിലാക്കി. ഇത്രയും കേട്ടതിൽ നിന്ന് നിങ്ങൾ എന്തു മനസ്സിലാക്കി? എന്താണ് ഈ ചരിത്രപരമായ മാറ്റത്തിന്റെ കാതലായ ആശയം? ഈ ചരിത്രത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ പാഠം ഇതാണ്. സാമ്പത്തിക ശാസ്ത്രമെന്ന് പറയുന്നത് കേവലം അക്കങ്ങളുടെയും ഗ്രാഫുകളുടെയും ഒരു കളി മാത്രമല്ല. അത് മനുഷ്യരുടെ പെരുമാറ്റത്തെയും അവരുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളെയും മനസ്സിലാക്കലാണ്. 1970കളിലെ ആ പ്രതിസന്ധി സാമ്പത്തിക വിദഗ്ധരെ ഒരു വലിയ സത്യം പഠിപ്പിച്ചു. ഒരു സമ്പദ്വ്യവസ്ഥയെ ശരിയായ ദിശയിൽ നയിക്കണമെങ്കിൽ അക്കങ്ങളെ മാത്രമല്ല, മനുഷ്യരുടെ മനസ്സുകളെയും പ്രതീക്ഷകളെയും മനസ്സിലാക്കേണ്ടതുണ്ട്. നമസ്കാരം. നമ്മളെല്ലാവരും ഇപ്പോൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് വിലക്കയറ്റം, അല്ലേ? കടയിൽ പോയാൽ എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പിടിച്ചു നിർത്താൻ സർക്കാരിന്റെയും നമ്മുടെ കേന്ദ്ര ബാങ്കിന്റെയും ഒക്കെ കയ്യിൽ എന്തൊക്കെയാണ് വഴികളുള്ളത്? നമുക്കൊന്ന് നോക്കാം. അപ്പോ ഈ കുതിച്ചുയരുന്ന വിലകളെ പിടിച്ചുകെട്ടാൻ എന്താണ് ഒരു വഴി? ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക എഞ്ചിൻ ഓവർഹീറ്റാവാതെ അതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ ലിവറുകളാണ് അവരുപയോഗിക്കുന്നത്? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ നമ്മൾ പ്രധാനമായിട്ടും 5 ഭാഗങ്ങളായിട്ടാണ് ഇത് നോക്കുന്നത്. ഓരോന്നും ഓരോ തരം ടൂൾ കിറ്റാണെന്ന് വിചാരിക്കാം. നമുക്ക് ആ ടൂൾ ബോക്സുകൾ ഓരോന്നായി തുറന്നു നോക്കിയാലോ? ഓക്കെ, അപ്പൊ ആദ്യത്തെ ടൂൾ കിറ്റിലേക്ക് കടക്കാം. ഇത് നമ്മുടെ കേന്ദ്ര ബാങ്കിന്റെ കയ്യിലുള്ളതാണ്. അതായത് നമ്മുടെ സമ്പദ്വ്യവസ്ഥയിലെ പണത്തിന്റെ ഒഴുക്ക്, അതിന്റെ വില, ഇതൊക്കെ നിയന്ത്രിക്കാനുള്ള അവരുടെ സൂത്രപ്പണികൾ. അതിനെയാണ് നമ്മൾ ധനനയം എന്ന് പറയുന്നത്. ദാ ഇപ്പൊ സ്ക്രീനിൽ കാണുന്നില്ലേ? റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, CRR. ഇതൊക്കെയാണ് കേന്ദ്ര ബാങ്കിന്റെ പ്രധാന ആയുധങ്ങൾ. ഈ പേരുകളൊന്നും കേട്ട് പേടിക്കണ്ട. നമ്മൾ ലോൺ എടുക്കുമ്പോഴുള്ള പലിശ മുതൽ ബാങ്കുകൾക്ക് എത്ര പണം കടം കൊടുക്കാൻ പറ്റും എന്നുവരെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവയൊക്കെയാണ്. അപ്പോ ഇവ ഓരോന്നും എങ്ങനെയാണ് ഈ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ റിപ്പോ റേറ്റ്. ഇത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകൾക്ക് പണം കടം കൊടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, റിസർവ് ബാങ്ക് ഈ പലിശ അങ്ങ് കൂട്ടിയാൽ എന്ത് സംഭവിക്കും? ബാങ്കുകൾക്ക് പണം കിട്ടാൻ ചെലവ് കൂടും. അപ്പോൾ സ്വാഭാവികമായും അവര് നമുക്ക് തരുന്ന ലോണുകളുടെ, അതായത് വീട് വെക്കാനും വണ്ടി വാങ്ങാനുമൊക്കെയുള്ള ലോണുകളുടെ പലിശയും കൂട്ടും. അത്രേ ഉള്ളൂ കാര്യം. ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ദാ ഈ ഫ്ലോ കണ്ടില്ലേ? പോളിസി റേറ്റ്, അതായത് റീപ്പോ റേറ്റ് അങ്ങ് കൂട്ടുമ്പോൾ ലോണുകൾക്ക് ചെലവേറും.
അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യും? വലിയ ലോൺ എടുത്ത് കാറ് വാങ്ങാനും വീട് വെക്കാനൊക്കെ ഒന്നും അടിക്കും, അല്ലേ? കയ്യിൽ പണം കുറയുമ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതും കുറയ്ക്കും. അങ്ങനെ മൊത്തത്തിലുള്ള ഡിമാൻഡ് അഥവാ ആവശ്യം കുറയും. ഇത് വിലക്കയറ്റം തണുക്കാൻ സഹായിക്കും. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്കുകൾക്ക് അധിക പണമുണ്ടെങ്കിൽ അതെവിടെ വെക്കാം? RBI പറയുന്നു, നിനക്ക് അധിക പണമുണ്ടെങ്കിൽ അതെനിക്ക് തരൂ, ഞാൻ നിനക്ക് പലിശ നൽകാം. ഇങ്ങനെ ബാങ്കുകൾ RBIയിൽ പണം നിക്ഷേപിക്കുമ്പോൾ RBI നൽകുന്ന പലിശ നിരക്കാണ് റിവേഴ്സ് റെപ്പോ റേറ്റ്. ഉദാഹരണം, ഒരു ബാങ്കിന് 100 കോടി അധിക പണമുണ്ടെന്ന് കരുതൂ. അത് വായ്പ കൊടുക്കാമോ? അല്ലെങ്കിൽ RBIയിൽ സുരക്ഷിതമായി വെച്ച് പലിശ നേടാമോ? റിവേഴ്സ് റെപ്പോ റേറ്റ് 6% ബാങ്ക് RBIയിൽ വെച്ചാൽ 6% പലിശ ലഭിക്കും. റിവേഴ്സ് റെപ്പോ റേറ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? റിവേഴ്സ് റെപ്പോ റേറ്റ് RBI കൂടുതൽ പലിശ നൽകുന്നു. ബാങ്കുകൾ വായ്പ കൊടുക്കുന്നതിനേക്കാൾ RBIയിൽ പണം വയ്ക്കാൻ ഇഷ്ടപ്പെടും. വിപണിയിൽ പണം കുറയും. ഇൻഫ്ലേഷൻ കുറയാൻ സഹായിക്കും. റിവേഴ്സ് റെപ്പോ റേറ്റ് കുറയുമ്പോഴോ? റിവേഴ്സ് റെപ്പോ റേറ്റ് RBI കുറവ് പലിശ നൽകുന്നു. ബാങ്കുകൾ RBIയിൽ പണം വയ്ക്കാൻ താൽപ്പര്യം കുറയും. കൂടുതൽ വായ്പ നൽകും. വിപണിയിൽ പണം കൂടും. ഇനി അടുത്ത ടൂള് CRR അല്ലെങ്കിൽ കരുതൽ ധനാനുപാതം. ഇതിന്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഓരോ ബാങ്കും അവരുടെ കയ്യിലുള്ള നിക്ഷേപത്തിന്റെ ഒരു നിശ്ചിത ശതമാനം പണമായിട്ട് റിസർവ് ബാങ്കിൽ സൂക്ഷിക്കണം. അപ്പോൾ റിസർവ് ബാങ്ക് ഈ CRR അങ്ങ് കൂട്ടിയാലോ? ബാങ്കുകൾക്ക് ലോൺ കൊടുക്കാനായി കയ്യിലുള്ള പണം കുറയും. അതായത് വിപണിയിലേക്ക് ഒഴുകുന്ന പണത്തിന്റെ അളവ് കുറയും. ഇത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന മറ്റൊരു വഴിയാണ്. ആളുകൾ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത്, നീ സ്വീകരിക്കുന്ന മൊത്തം നിക്ഷേപത്തിൽ നിന്ന് 1% പണം എനിക്ക് RBIക്ക് ക്യാഷായി സൂക്ഷിക്കാൻ തരണം. അത് ആർക്കും വായ്പയായി കൊടുക്കാൻ പാടില്ല. ഇതാണ് CRR, ക്യാഷ് റിസർവ് റേഷ്യോ. ഉദാഹരണം, ബാങ്കിന് 100 രൂപ കിട്ടിയാൽ CRR 4% 4 രൂപ RBIയിൽ വെക്കണം. 96 രൂപ മാത്രമേ വായ്പ കൊടുക്കാൻ പറ്റൂ. CRR കൂടുമ്പോൾ ബാങ്കുകൾക്ക് വായ്പ കൊടുക്കാൻ പണം കുറയും. വിപണിയിൽ പണം കുറയും. ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ സഹായിക്കും. CRR കുറയുമ്പോൾ ബാങ്കുകൾക്ക് കൂടുതൽ വായ്പ നൽകാം. വിപണിയിൽ പണം കൂടും. SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇത് CRR പോലെയാണ്, പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. RBI പറയുന്നു, നീ സ്വീകരിക്കുന്ന പണത്തിൽ നിന്ന് ഒരു ഭാഗം നീ തന്നെ സുരക്ഷിതമായ ആസ്തികളായി സൂക്ഷിക്കണം. ഉദാഹരണത്തിന് ഗവൺമെന്റ് ബോണ്ട്സ്. ഇതാണ് SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇവിടെ പണം RBIക്ക് കൊടുക്കുന്നില്ല, ബാങ്ക് തന്നെ ഗവൺമെന്റ് സെക്യൂരിറ്റീസായി സൂക്ഷിക്കുന്നു. ഉദാഹരണം, 100 രൂപ കിട്ടിയാൽ SLR 18% 18 രൂപ സുരക്ഷിത ആസ്തികളായി വെക്കണം. മറ്റുള്ളത് മാത്രമേ വായ്പയായി കൊടുക്കാൻ പറ്റൂ. SLR കൂടുമ്പോൾ വായ്പ അല്ലെങ്കിൽ ലോൺസ് കുറയും. ഇൻഫ്ലേഷൻ കുറയും. SLR കുറയുമ്പോൾ വായ്പ അല്ലെങ്കിൽ ലോൺസ് കൂടും. ഇൻഫ്ലേഷൻ കൂടും. OMO, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഇത് RBI നേരിട്ട് മാർക്കറ്റിൽ കളിക്കുന്ന കളിയാണ്. OMO ഈക്വൽസ് RBI ഗവൺമെന്റ് ബോണ്ടുകൾ വാങ്ങുകയും വിറ്റഴിക്കുകയും ചെയ്യുന്നു. എങ്ങനെ പ്രവർത്തിക്കുന്നു? RBI ഗവൺമെന്റ് ബോണ്ടുകൾ വാങ്ങിയാൽ ബാങ്കുകൾക്ക് പണം കിട്ടും. വിപണിയിൽ പണം കൂടും. RBI ഗവൺമെന്റ് ബോണ്ടുകൾ വിൽക്കുകയാണെങ്കിൽ ബാങ്കുകൾ പണം കൊടുക്കണം. വിപണിയിൽ പണം കുറയും. ഇതൊരു വാട്ടർ ടാപ്പ് പോലെയാണ്. RBIക്ക് പണം കൂട്ടാനും കുറയ്ക്കാനും OMO ഉപയോഗിക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ ധനനയം നമ്മളെ ബാധിക്കുന്നത് പ്രധാനമായും 3 വഴികളിലൂടെയാണ്. ഒന്നാമത്തത് പലിശ നിരക്ക്. അത് നമ്മൾ കണ്ടു, ലോണുകളുടെ പലിശ കൂടും. രണ്ടാമത്തത് ക്രെഡിറ്റ് ചാനൽ, അതായത് ലോൺ കിട്ടാനുള്ള ഒരു ലഭ്യത കുറയും. മൂന്നാമത്തെ കാര്യം കുറച്ചുകൂടി സൈക്കോളജിക്കലാണ്, നമ്മുടെ പ്രതീക്ഷകൾ. പലിശ കൂടുന്നു, സാമ്പത്തിക രംഗം ടൈറ്റാവുന്നു എന്നൊക്കെ കാണുമ്പോൾ ബിസിനസ്സുകാരും നമ്മളെപ്പോലുള്ള സാധാരണക്കാരും ഭാവിയിൽ കൂടുതൽ പണം ചെലവഴിക്കാൻ ഒന്നും മടിക്കും. ഇതും ഡിമാൻഡ് കുറയ്ക്കാൻ സഹായിക്കും. ഓക്കെ, അപ്പൊ കേന്ദ്ര ബാങ്കിന്റെ ടൂൾ കിറ്റ് നമ്മൾ കണ്ടു. ഇനി അടുത്തത് സർക്കാരിന്റെ കയ്യിലുള്ള പണിയായുധങ്ങളാണ്, അതായത് ധനകാര്യ നയം. സർക്കാർ അവരുടെ ബജറ്റ് ഉപയോഗിച്ച്, അതായത് എവിടേക്ക് പണം ചെലവഴിക്കണം, ജനങ്ങളിൽ നിന്ന് എത്ര നികുതി പിരിക്കണം എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് എങ്ങനെയാണ് വിലക്കയറ്റത്തെ നേരിടുന്നതെന്ന് നമുക്ക് നോക്കാം.
ഇവിടെ സർക്കാരിന്റെ കയ്യിൽ 2 പ്രധാന ലിവറുകളുണ്ട്. ഒന്ന്, സർക്കാർ തന്നെ പണം ചെലവഴിക്കുന്നത് കുറയ്ക്കുക. പുതിയ റോഡുകള്, പാലങ്ങള്, മറ്റു പദ്ധതികള്, ഇതിനൊക്കെയുള്ള ചെലവ് കുറയ്ക്കുമ്പോൾ സമ്പദ്വ്യവസ്ഥയിലെ മൊത്തം ഡിമാൻഡ് കുറയും. മറ്റേ വഴി നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ നികുതി പിരിക്കുക എന്നതാണ്. ടാക്സ് കൂടുമ്പോൾ നമ്മുടെ കയ്യിൽ ചെലവാക്കാൻ പണം കുറയുമല്ലോ. അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത് കുറയ്ക്കും. ഈ 2 വഴികളും വിപണിയിലെ പണത്തിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. ചുരുക്കത്തിൽ സംഭവം ഇതാണ്: സർക്കാർ ഒന്നുകിൽ സ്വന്തം ചെലവ് കുറയ്ക്കും, അല്ലെങ്കിൽ നമ്മുടെ ടാക്സ് കൂട്ടും. ഫലമെന്താ? വിപണിയിലുള്ള പണം കുറയും. ആളുകളുടെ കയ്യിൽ പണം കുറയുമ്പോൾ ഡിമാൻഡ് സ്വാഭാവികമായും താഴോട്ട് വരും. ഇങ്ങനെയാണ് ഓവർഹീറ്റായ ഒരു എക്കണോമിയെ സർക്കാർ കൂൾ ചെയ്യണത്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഡിമാൻഡ് എങ്ങനെ കുറയ്ക്കാം എന്നതിനെക്കുറിച്ചാണ്. അതായത് ആളുകളുടെ വാങ്ങാനുള്ള കപ്പാസിറ്റി കുറയ്ക്കുന്നതിനെപ്പറ്റി. പക്ഷേ അത് ഒരു വശം മാത്രമല്ലോ. നമുക്ക് മറുവശം കൂടി നോക്കണ്ടേ? അതായത് സാധനങ്ങളുടെ ലഭ്യത അഥവാ സപ്ലൈ കൂട്ടിയിട്ടും വില നിയന്ത്രിക്കാമല്ലോ. ഇതാണ് മൂന്നാമത്തെ ടൂൾ കിറ്റ്. പക്ഷെ ഓർക്കുക, ഇത് കുറച്ചുകൂടി ദീർഘകാലത്തേക്കുള്ള ഒരു പരിഹാരമാണ്. ഇവിടെ ലക്ഷ്യം ഉൽപ്പാദനം കൂട്ടുക, കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നതൊക്കെയാണ്. വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ ഒഴിവാക്കുക, ആവശ്യമെങ്കിൽ സാധനങ്ങൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുക, അതുപോലെ സർക്കാരിന്റെ കയ്യിലുള്ള അരിയും ഗോതമ്പുമൊക്കെ വിപണിയിലേക്ക് ഇറക്കുക. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇതിനെ നമുക്ക് ഒരു ട്രാഫിക് ജാം ഒഴിവാക്കാൻ റോഡ് വീതി കൂട്ടുന്നത് പോലെ കാണാം. കൂടുതൽ സാധനങ്ങൾ സുഗമമായി വിപണിയിലെത്തുമ്പോൾ വില സ്വാഭാവികമായി കുറയും. ഇനി 4ാമത്തെ ഒരു വിഭാഗമുണ്ട്. ഇത് കുറച്ചുകൂടി ഡയറക്റ്റ് ആക്ഷനാണ്. അതായത് സർക്കാർ നേരിട്ട് വിപണിയിൽ ഇടപെടുന്നത്. നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉപയോഗിച്ച് വില പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന രീതികൾ നമുക്ക് നോക്കാം. ഇതിനെയാണ് ഭരണപരമായ നടപടികൾ എന്നു പറയുന്നത്. വില നിയന്ത്രിക്കുക, അതായത് ഒരു സാധനത്തിന് ഇത്ര രൂപയിൽ കൂടുതൽ ഈടാക്കാൻ പാടില്ല എന്ന് പറയുക. റേഷനിംഗ് ഏർപ്പെടുത്തുക, പിന്നെ പൂഴ്ത്തിവെപ്പ് തടയാനുള്ള നടപടികൾ എടുക്കുക. ഇതൊക്കെ ഇതിൽ വരും. സാധാരണയായി അരി, പഞ്ചസാര, പയർവർഗ്ഗങ്ങൾ പോലുള്ള അവശ്യ സാധനങ്ങളുടെ വില വല്ലാതെ കൂടുമ്പോഴാണ് സർക്കാർ ഈ ആയുധം പുറത്തെടുക്കുന്നത്. ഇതിന്റെ ചില യഥാർത്ഥ ഉദാഹരണങ്ങൾ നോക്കൂ. ഈയടുത്ത് സർക്കാർ ഗോതമ്പിനും ചില പയറുവർഗ്ഗങ്ങൾക്കുമൊക്കെ സ്റ്റോക്ക് ലിമിറ്റ് വെച്ചു. അതായത് കച്ചവടക്കാർക്ക് ഇത്ര അളവിൽ കൂടുതൽ സ്റ്റോക്ക് ചെയ്യാൻ പാടില്ല. എന്തിനാണത്? പൂഴ്ത്തിവെപ്പ് തടയാൻ. അതുപോലെ ഭാരത് അരി എന്ന പേരിൽ കുറഞ്ഞ വിലയ്ക്ക് അരി വിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ഈ നേരിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമാണ്. അപ്പോ നമ്മള് 4 തരം ടൂൾ കിറ്റുകൾ കണ്ടു. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ ഒരെണ്ണത്തിനും ഒറ്റയ്ക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റില്ല. ഓരോന്നിനും അതിൻ്റേതായ ഗുണങ്ങളും അതിലേറെ പരിമിതികളുമുണ്ട്. ഒരു തീരുമാനമെടുക്കുന്നതിനു മുൻപ് ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കണം. ഉദാഹരണത്തിന് നമ്മൾ ആദ്യം പറഞ്ഞ ധനനയം. പലിശ നിരക്ക് കൂട്ടുന്നത് കാറ്, വീട് പോലുള്ള വലിയ സാധനങ്ങൾ വാങ്ങുന്നതിനെ ബാധിച്ചേക്കാം. കാരണം അതിനൊക്കെ നമ്മൾ ലോൺ എടുക്കും. പക്ഷേ ഭക്ഷണ സാധനങ്ങളുടെ കാര്യമോ? നമ്മൾ അരിയും പച്ചക്കറിയുമൊക്കെ വാങ്ങുന്നത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണോ? അല്ലല്ലോ. അപ്പോ അത്തരം അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഈ പലിശ നിരക്ക് കൂട്ടുന്നതുകൊണ്ട് വലിയ കാര്യമില്ല. ഇനി ഈ സപ്ലൈ കൂട്ടുന്ന കാര്യം, അത് നല്ലൊരു ഐഡിയയാണ്. പക്ഷേ അതൊക്കെ പെട്ടെന്ന് നടക്കുവോ? ഇന്ന് തീരുമാനിച്ചാൽ നാളെ ഒരു ഫാക്ടറിയുടെ ഉൽപ്പാദനം ഇരട്ടിയാക്കാൻ പറ്റുമോ? ഇല്ല. സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ തന്നെ സമയമെടുക്കും. അപ്പോ ഇതൊന്നും ഒരു രാത്രി കൊണ്ട് ഫലം തരുന്ന മാന്ത്രിക വടികളല്ല. ദീർഘകാലത്തേക്ക് നല്ലതാണെങ്കിലും പെട്ടെന്നുള്ള പ്രശ്നങ്ങൾക്ക് ഇതൊരു പരിഹാരമല്ല. അപ്പൊ പിന്നെന്താ ഒരു പോംവഴി? ശരിക്കും ഇതിനൊരൊറ്റ മൂലിയില്ല. അതാണ് സത്യം. ഒരു പ്രശ്നത്തിന് പല കാരണങ്ങളുണ്ടാകുമ്പോൾ പരിഹാരവും പല വഴികളിലൂടെയാവണം. നമ്മൾ ഈ കണ്ട ധനനയവും സർക്കാരിന്റെ നയങ്ങളും സപ്ലൈ കൂട്ടാനുള്ള വഴികളും ഒക്കെ ശരിയായ അളവിൽ ശരിയായ സമയത്ത് ഒരുമിച്ചുപയോഗിക്കണം. ഈ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ പോളിസി മിക്സ് എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് പെർഫെക്റ്റ് മിക്സ്? അതാണ് എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു $1 ട്രില്യൺ ചോദ്യം. കാരണം അതിനൊരു റെഡിമെയ്ഡ് ഫോർമുലയില്ല. ഓരോ രാജ്യത്തിന്റെയും ഓരോ സമയത്തെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ മിക്സ് മാറ്റേണ്ടിവരും. ഇത് ശരിക്കും ഒരു ശാസ്ത്രം എന്നതിലുപരി ഒരു കലയാണ്. നിരന്തരമായ നിരീക്ഷണവും പഠനവും അനുഭവപരിചയവുമൊക്കെ ഇതിനാവശ്യമാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകമായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ വില എങ്ങനെ പൂത്തി കൂടുന്നത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മളത് അറിയപോലും ഉണ്ടാവില്ല, അല്ലേ? പക്ഷേ മറ്റു ചില സമയങ്ങളിൽ ഈ വിലക്കയറ്റം നമ്മുടെ ബഡ്ജറ്റിനെ ആകെ താളം തെറ്റിക്കും.
എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ശരി, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻഫ്ലേഷനെക്കുറിച്ചാണ്, അഥവാ പണപ്പെരുപ്പത്തെക്കുറിച്ച്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മളതിനെ അളക്കാൻ പോകുന്നത് അതിന്റെ വേഗത വെച്ചാണ്. അപ്പൊ നമുക്ക് ഈയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? സാധനങ്ങളുടെ വില കൂടുന്നതും ഒരു രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ തന്നെ തകർന്നടിയുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരൊറ്റ കാര്യത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. അതെ, ആ വേഗത, പണപ്പെരുപ്പത്തിന്റെ സ്പീഡ്. നമുക്ക് ഇൻഫ്ലേഷനെ 3 അലകളക് സോണുകളായി തിരിക്കാം. ഒരു കള്ളനെ പോലെ പതുങ്ങി വരുന്ന ഇൻഫ്ലേഷൻ, പിന്നെ ഒരു റോക്കറ്റ് പോലെ കുതിച്ചുയർന്ന് എല്ലാം തകർക്കുന്ന ഇൻഫ്ലേഷൻ. ഓക്കെ, അപ്പൊ നമുക്കിതിന്റെ ഓരോ ഘട്ടത്തിലേക്കും ഒന്ന് വിശദമായിട്ട് നോക്കാം. നമ്മുടെ ആദ്യത്തെ സോൺ ഇതാണ്, ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത്. മിക്കവാറും നല്ല രീതിയിൽ പോകുന്ന സമ്പദ്വ്യവസ്ഥകൾ അനുഭവിക്കുന്നതും ഒരുപക്ഷെ അവർ ആഗ്രഹിക്കുന്നതുമായ ഒരുതരം ഇൻഫ്ലേഷനാണിത്. ഇതിനെ നമുക്ക് കുറഞ്ഞ പണപ്പെരുപ്പം അഥവാ ലോ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കാം. അപ്പോ എന്താണ് ഈ ലോ ഇൻഫ്ലേഷൻ? വിലകളൊക്കെ വളരെ പതുക്കെ, നമ്മളൊന്നും തെമ്മൻ ശ്രദ്ധിക്കാത്ത രീതിയിൽ ഒരു ക്രമത്തിലിങ്ങനെ കൂടിവരും. അതുകൊണ്ട് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ ഇതിനെ ഒരു ഓമന പേരിട്ട് വിളിക്കുന്നത് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ, അതായത് ഇഴയുന്ന പണപ്പെരുപ്പം. സാധാരണയായിട്ട് ഇതിന്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് വർഷത്തിൽ ഒറ്റ അക്ക ശതമാനത്തിലായിരിക്കും. അതായത് 1% മുതൽ ചിലപ്പോൾ ഒരു 3-4% വരെ. ഇത് വളരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്നതുമാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? ഈ ഇൻഫ്ലേഷൻ നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നതുകൊണ്ട് ആളുകൾക്ക് പേടിയില്ലാതെ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാം. കമ്പനികൾക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പ്ലാൻ ചെയ്യാം. തൊഴിലാളികൾക്ക് ന്യായമായ ഒരു ശമ്പള വർധനവ് പ്രതീക്ഷിക്കാം. ചുരുക്കി പറഞ്ഞാൽ എക്കോണമിയുടെ എഞ്ചിൻ ഒരു കുഴപ്പവുമില്ലാതെ സ്മൂത്തായിട്ട് പ്രവർത്തിക്കും. ശരി, ഇനി നമുക്ക് അടുത്ത സോണിലേക്ക് കടക്കാം. ഇത് കുറച്ചുകൂടി അപകടം പിടിച്ച ഒന്നാണ്. ഇവിടെയാണ് ഇൻഫ്ലേഷന്റെ സ്പീഡ് കൺട്രോൾ വിട്ട് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി തുടങ്ങുന്നത്. ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ അഥവാ കുതിക്കുന്ന പണപ്പെരുപ്പം. ആ പേര് പറയുന്ന പോലെ തന്നെയാണ് സംഭവം. നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു കുതിരയെപ്പോലെയാണിത്. വിലകളൊക്കെ വളരെ വേഗത്തിൽ മുകളിലേക്ക് കുതിക്കാൻ തുടങ്ങും. ഇവിടെയുള്ള നിരക്കുകളിലെ മാറ്റമൊന്ന് നോക്കിയേ. ഒറ്റ അക്കത്തിൽ നിന്ന് നേരെ 2 അക്കത്തിലേക്കും ചിലപ്പോൾ 3 അക്കത്തിലേക്കും ഇത് ചാടും. അതായത് വർഷത്തിൽ 20%, 100%, എന്തിന് 200% വരെ വില കൂടാം. അപ്പോ തന്നെ ആ പ്രശ്നത്തിന്റെ വലിപ്പം മനസ്സിലായല്ലോ. ഇവിടെ ഏറ്റവും നിർണായകമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, പണത്തിന് അതിന്റെ മൂല്യം വളരെ വേഗത്തിൽ നഷ്ടപ്പെടാൻ തുടങ്ങും. നിങ്ങൾ ബാങ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന പണം കൊണ്ട് ഇന്ന് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ ഒരുപക്ഷെ അടുത്ത മാസം വാങ്ങാൻ പറ്റില്ല. ഇത് നമ്മുടെയെല്ലാം സേവിങ്സിനെ ഇല്ലാതാക്കും. അതുപോലെ സമ്പദ്വ്യവസ്ഥയിൽ വലിയൊരു അനിശ്ചിതത്വവും ഉണ്ടാക്കും. ഇനി നമ്മൾ ഇൻഫ്ലേഷന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഏറ്റവും വിനാശകരമായ ഘട്ടം. ഒരു കൺട്രോളുമില്ലാതെ വിക്ഷേപിച്ച റോക്കറ്റ് പോലെയാണ് ഈ സാമ്പത്തികാവസ്ഥ. ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ വെറുമൊരു വിലക്കയറ്റമല്ല. അതൊരു രാജ്യത്തെ പണത്തിന്റെ സിസ്റ്റം മൊത്തത്തിൽ തകരുന്ന അവസ്ഥയാണ്. മണിക്കൂറുകൾക്കുള്ളിൽ, ചിലപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ പോലും സാധനങ്ങളുടെ വില ഇരട്ടിയാവാം. ഈ കണക്കുകൾ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണല്ലേ? വാർഷിക ഇൻഫ്ലേഷൻ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ശതമാനത്തിലേക്ക് കുതിച്ചുയരും. അതായത് കയ്യിലിരിക്കുന്ന പണത്തിന് ഒരു കടലാസിന്റെ വില പോലും ഇല്ലാതാകുന്ന ഒരവസ്ഥ. ഈ ഒരു ഉദ്ധരണി മാത്രം മതി ആ അവസ്ഥയുടെ ഭീകരത മനസ്സിലാക്കാൻ. 1920കളിൽ ജർമ്മനിയിലെ ശരിക്കും സംഭവിച്ചതിതാണ്. ആളുകൾ ഒരു ബ്രെഡ് വാങ്ങാൻ ഒരു ഉന്തുവണ്ടി നിറയെ പണം കൊണ്ടുപോകേണ്ടി വന്നു. അവസാനം ആ പണം കൊണ്ട് അടുപ്പ് കത്തിക്കുന്നതായിരുന്നു കൂടുതൽ ലാഭം. അതാണ് അവസ്ഥ. ഇതൊന്നും ചരിത്രപുസ്തകത്തിലെ മാത്രം കഥയല്ല കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത കാലത്തും ഇത് സംഭവിച്ചിട്ടുണ്ട്. സിംബാബ്വെ, വെനുസ്വേല പോലുള്ള രാജ്യങ്ങൾ ഈയൊരു സാമ്പത്തിക ദുരന്തത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇതിന്റെ ആഘാതം പൂർണ്ണമായ തകർച്ചയാണ്. രാജ്യത്തെ കറൻസിക്ക് ഒരു വിലയുമില്ലാതാകുമ്പോൾ ആളുകൾ പഴയ ബാർട്ടർ സിസ്റ്റത്തിലേക്ക് തിരിച്ചുപോകും. അതായത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറും, അല്ലെങ്കിൽ ഡോളർ പോലുള്ള വിദേശ കറൻസികളെ ആശ്രയിക്കാൻ തുടങ്ങും. ബാങ്കുകളും സർക്കാർ സ്ഥാപനങ്ങളുമൊക്കെ തകർന്നുപോകും. ശരി, അപ്പൊ നമ്മൾ ഇതുവരെ സംസാരിച്ച ഈ 3 വേഗതകളെയും ഒന്ന് ഒരുമിച്ച് വെച്ചു നോക്കിയാലോ? ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം. ഈ ടേബിൾ നോക്കൂ. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. വാർഷിക നിരക്ക്, സാമ്പത്തിക ആഘാതം, ആളുകളുടെ പ്രതീക്ഷകൾ, രാജ്യത്തെ സ്ഥാപനങ്ങളുടെ അവസ്ഥ. ഈ ഓരോ കാര്യത്തിലും ഈ 3 തരം ഇൻഫ്ലേഷനും തമ്മിലുള്ള ഭയങ്കരമായ വ്യത്യാസം കണ്ടില്ലേ? കുറഞ്ഞ പണപ്പെരുപ്പം ഒരു രാജ്യത്തിന് സ്റ്റെബിലിറ്റി കൊടുക്കുമ്പോൾ ഹൈപ്പർ ഇൻഫ്ലേഷൻ അതിനെ സമ്പൂർണമായ തകർച്ചയിലേക്കാണ് കൊണ്ടുപോകുന്നത്.
അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പണത്തിന്റെ മൂല്യമെന്ന് പറയുന്നത് വെറുമൊരു കണക്കല്ല. അതൊരു രാജ്യത്തെ ജനങ്ങൾക്ക് അവരുടെ സർക്കാരിലും ബാങ്കുകളിലും എന്തിന് പരസ്പരം പോലുമുള്ള വിശ്വാസത്തിന്റെ അടിത്തറയാണ്. ആ വിശ്വാസം എപ്പോഴാണോ നഷ്ടപ്പെടുന്നത്, അപ്പോഴൊരു സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ തന്നെയാണ് ഇളകുന്നത്. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. നമുക്ക് അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം. ഹായ്, എല്ലാവർക്കും സ്വാഗതം. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ചില സാധനങ്ങളുടെ വിലയൊക്കെ പെട്ടെന്നങ്ങ് റോക്കറ്റ് പോലെ മുകളിലോട്ട് പോകും. പക്ഷെ മറ്റു ചിലതിനൊന്നും ഒരു കുലുക്കവും ഉണ്ടാവില്ല. എന്താണിങ്ങനെ? ഇന്ന് നമ്മൾ പണപ്പെരുപ്പത്തിന്റെ രണ്ട് വ്യത്യസ്ത മുഖങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് നമ്മുടെ പോക്കറ്റ് കാലിയാക്കുന്നതും മറ്റൊന്ന് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഹൃദയമെടുപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്നതുമാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും, അല്ലേ? നമ്മൾ കടയിൽ പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം കാണാം ഉള്ളി വിലയൊക്കെ ആകാശത്താണ്. പക്ഷെ നമ്മൾ വാങ്ങുന്ന സോപ്പിനോ പേസ്റ്റിനോ ഒന്നും ഒരു മാറ്റവും കാണില്ല. അപ്പോ എന്താണ് ഈ വിലക്കയറ്റത്തിന് പിന്നിലെ കളി? വാ, നമുക്ക് ഒരുമിച്ച് ഇതിന്റെ ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാം. ഓക്കേ, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മളെ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്ന ഈ പെട്ടെന്നുള്ള വിലക്കയറ്റം ഉണ്ടല്ലോ, അതിന്റെ കാരണം എന്താണെന്നൊന്ന് നോക്കാം. ഈ പെട്ടെന്നുള്ള വിലക്കയറ്റത്തിനു പിന്നിലുള്ള പ്രധാന വില്ലനാണ് ബോട്ടിൽ നെക്ക് ഇൻഫ്ലേഷൻ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. ഒരു കുപ്പിയുടെ കഴുത്തുപോലെ. അതായത് സപ്ലൈ ചെയിനിൽ സാധനങ്ങൾ വരുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒരു തടസ്സമുണ്ടാവുന്നു. ആവശ്യക്കാർ ഇഷ്ടം പോലെയുണ്ട്, പക്ഷെ സാധനം കടയിലെത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഡിമാൻഡിന്റെ പ്രശ്നമല്ല, മറിച്ച് സപ്ലൈയുടെ, അതായത് വിതരണത്തിന്റെ പ്രശ്നമാണ്. അപ്പോ ഈ സപ്ലൈയിലുള്ള പ്രശ്നങ്ങൾ ശരിക്കും എങ്ങനെയാണ് വില കൂട്ടുന്നത്? നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇതൊരു ഡോമിനോ വീഴുന്നത് പോലെയാണ്. ശരിക്കും ആദ്യം സപ്ലൈ ചെയിനിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വരുന്നു. അതോടെ പ്രൊഡക്ഷൻ കുറയും. പ്രൊഡക്ഷൻ കുറയുമ്പോൾ റോ മെറ്റീരിയൽസിനും ട്രാൻസ്പോർട്ടിനുമൊക്കെയുള്ള ചിലവ് കൂടും. അവസാനം എന്തുപറ്റും? ഈ കൂടിയ ചിലവെല്ലാം നിർമ്മാതാക്കൾ നമ്മുടെ തലയിലിടും. അങ്ങനെ സാധനത്തിന് പൊള്ളുന്ന വിലയാവും. ഈ തടസ്സങ്ങൾ വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. ചിലപ്പോൾ അത് മോശം റോഡുകൾ പോലെയുള്ള നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പ്രശ്നമാവാം, അല്ലെങ്കിൽ പെട്ടെന്നൊരു വെള്ളപ്പൊക്കം, അങ്ങനത്തെ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ. ഇനി അതല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ഷിപ്പിംഗിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു ഫാക്ടറിക്ക് പെട്ടെന്ന് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റാത്ത അവസ്ഥ. ഇതൊക്കെ കാരണമാകാം. ഇവിടെ പറയുന്നൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള പ്രശ്നങ്ങൾ കാരണം സപ്ലൈയിൽ തടസ്സങ്ങളുണ്ടാവുന്നത് ഒരു രാജ്യത്തിന്റെ വളർച്ചയെ തന്നെ പിന്നോട്ട് വലിക്കും. അപ്പോ ഇത് വെറുമൊരു ഉള്ളിവിലയുടെ മാത്രം കാര്യമല്ല, അതിനേക്കാളൊക്കെ എത്രയോ വലുതാണിതിന്റെ ഇമ്പാക്റ്റ്. ശരി, അപ്പോ ഈ പെട്ടെന്നുള്ള വിലക്കയറ്റത്തിന്റെ കാര്യം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് കുറച്ചൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കാം. ഈ എക്കണോമിസ്റ്റുകളൊക്കെ എങ്ങനെയാണ് സമ്പദ്വ്യവസ്ഥയുടെ ഒരു വലിയ ചിത്രം, ഒരു ബിഗ് പിക്ചർ കാണുന്നതെന്ന് നോക്കാം. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ ഉള്ളിവില കൂടുന്നത് നമുക്ക് പനി വരുമ്പോൾ ശരീരം ചൂടാവില്ലേ, അതുപോലൊരു ലക്ഷണം മാത്രമാണോ, അതോ നമ്മുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് മൊത്തത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വെറുമൊരു രോഗലക്ഷണത്തിൽ നിന്ന് എന്താണ് യഥാർത്ഥ രോഗം എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിന് നമ്മൾ ആദ്യം ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ വാർത്തയിലൊക്കെ എപ്പോഴും കേൾക്കുന്ന സംഖ്യയില്ലേ, അതാണ് സംഭവം. ഒരു രാജ്യത്തെ എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില ഒരുമിച്ച് കൂട്ടിനോക്കുന്ന ഒരു കണക്കാണിത്. നമ്മുടെ എക്കോണമിയുടെ ഒരു ടോട്ടൽ ഫോട്ടോ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നോക്കിയാൽ കാണാം, ഈ ഹെഡ്ലൈൻ ഇൻഫ്ലേഷന്റെ ഗ്രാഫ് ഒരു റോളർ കോസ്റ്റർ പോലെയാണ്. ഭയങ്കരമായിട്ട് മുകളിലോട്ടും താഴോട്ടും പോകുന്നുണ്ട്. പക്ഷെ അതിനടുത്തുള്ള കോർ ഇൻഫ്ലേഷന്റെ ഗ്രാഫ് കണ്ടോ, അത് കുറച്ചുകൂടെ സ്റ്റേബിളാണ്, ശാന്തമാണ്. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്? അവിടെയാണ് കോർ ഇൻഫ്ലേഷൻ വരുന്നത്. കോർ ഇൻഫ്ലേഷനും വിലയിലെ മാറ്റം തന്നെയാണ് അളക്കുന്നത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. പെട്ടെന്ന് വില മാറുന്ന ഭക്ഷണ സാധനങ്ങളും പിന്നെ പെട്രോൾ, ഡീസൽ പോലുള്ള ഇന്ധനങ്ങളും ഇതിൽ നിന്നങ്ങ് ഒഴിവാക്കും. കാരണം എന്താന്ന് വെച്ചാൽ ഈ സാധനങ്ങളുടെ വിലയില്ലേ, ഒരു മഴ പെയ്താലോ അല്ലെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടായാലോ അപ്പം മാറും. അപ്പൊ ഈ അസ്ഥിരതയെ ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എന്തിനാണ് ഈ ഒഴിവാക്കൽ, അല്ലേ? കാരണം ഈ താൽക്കാലികമായിട്ടുള്ള വിലക്കയറ്റങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ സമ്പദ്വ്യവസ്ഥയിലെ വിലയുടെ യഥാർത്ഥ ട്രെൻഡ് എന്താണ്, ലോങ് ടേമിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനാണ് കോർ ഇൻഫ്ലേഷൻ നമ്മളെ സഹായിക്കുന്നത്. ഇത് ശരിക്കും ഒരു ഡോക്ടറുടെ സ്റ്റെതസ്കോപ്പ് പോലെയാണ്. പുറത്തുള്ള ബഹളമൊക്കെ ഒഴിവാക്കി ഹൃദയമിടിപ്പ് മാത്രം കൃത്യമായി കേൾക്കാൻ സഹായിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് തരം പണപ്പെരുപ്പത്തെയും ഒന്ന് നേർക്ക് നേർ വെച്ച് താരതമ്യം ചെയ്തു നോക്കാം. അപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആകും. ഇവിടെ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ രോഗലക്ഷണം വേഴ്സസ് രോഗനിർണയം എന്ന ഐഡിയ ഇവിടെ കൃത്യമായി കാണാം.
ബോട്ടിൽ നെക്ക് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സെക്ടറിൽ മാത്രം വരുന്ന കുറച്ചു കാലത്തേക്ക് മാത്രമുള്ള അസ്ഥിരമായ ഒരു രോഗലക്ഷണമാണ്. എന്നാൽ കോർ ഇൻഫ്ലേഷൻ അങ്ങനെയല്ല. അത് നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ മൊത്തത്തിൽ ബാധിക്കുന്ന, കുറച്ചുകൂടി കാലം നിലനിൽക്കുന്ന ഒരു രോഗനിർണയം പോലെയാണ്. ശരി, ഇതൊക്കെ കൊള്ളാം. ബോട്ടിൽ നെക്ക്, കോർ എന്നൊക്കെ പറയുന്നു. പക്ഷേ സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ച് ഈ വ്യത്യാസം അറിഞ്ഞിട്ടെന്താ കാര്യം? ഇതെന്തുകൊണ്ടാണ് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? കാരണം നമ്മുടെയൊക്കെ സാമ്പത്തിക ഭാവിയെ നേരിട്ട് ബാധിക്കുന്ന വലിയ തീരുമാനങ്ങളില്ലേ, അതൊക്കെ എടുക്കുന്നത് ഈ കണക്കുകൾ നോക്കിയിട്ടാണ്. ഉദാഹരണത്തിന്, റിസർവ് ബാങ്ക് നമ്മുടെ ലോണിന്റെ ഒക്കെ പലിശ നിരക്ക് തീരുമാനിക്കുന്നത് കോർ ഇൻഫ്ലേഷൻ നോക്കിയാണ്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, തക്കാളിക്ക് വില കൂടി എന്ന് പറഞ്ഞ് റിസർവ് ബാങ്ക് നമ്മുടെയെല്ലാം ഹോം ലോണിന്റെ പലിശയങ്ങ് കൂട്ടിയാൽ എന്താവോ അവസ്ഥ? അത് മൊത്തം സിസ്റ്റത്തെയും തകർക്കും. അപ്പോൾ അങ്ങനെയുള്ള തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ഈ താൽക്കാലികമായ പ്രശ്നങ്ങളെ മാറ്റി നിർത്തി എക്കണോമിയുടെ ശരിക്കുള്ള ആരോഗ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കോർ ഇൻഫ്ലേഷൻ സഹായിക്കുന്നു. അതുകൊണ്ട് ഇനി അടുത്ത തവണ ഏതെങ്കിലും ഒരു സാധനത്തിന് വില കൂടി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് ചോദിക്കണം, ഇത് വെറും ഒരു താൽക്കാലിക രോഗലക്ഷണം മാത്രമാണോ, അതോ നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന സൂചനയാണോ? ഈ ഒരു ചോദ്യം ചോദിക്കാൻ തുടങ്ങിയാൽ പിന്നെ സാമ്പത്തിക വാർത്തകൾ വെറും തലക്കെട്ടുകൾ മാത്രമായിരിക്കില്ല നിങ്ങൾക്ക്. അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ പറ്റും. പണപ്പെരുപ്പം നമ്മളെല്ലാവരും ദിവസവും കേൾക്കുന്ന വാക്കാണിത്, അല്ലേ? പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ സംഭവിക്കുന്നത്? ഇന്ന് നമ്മൾ പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കുന്ന ചില പ്രധാന ആശയങ്ങളിലേക്ക് ആഴത്തിലിറങ്ങി ചെല്ലാൻ പോവുകയാണ്. ഇത് നിങ്ങളുടെ പണത്തെയും നമ്മുടെ സമ്പദ്വ്യവസ്ഥയും എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നതെന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം. ഓക്കേ, അപ്പം നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ? ആദ്യം തന്നെ സമ്പദ്വ്യവസ്ഥയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കാം. പിന്നെ പണപ്പെരുപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുത്തുന്ന ചില നിശ്ശബ്ദമായ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കും. അതിനുശേഷം സമ്പദ്വ്യവസ്ഥയുടെ ചില പ്രത്യേക അവസ്ഥകളെക്കുറിച്ചും ഒടുവിൽ ഈ വെല്ലുവിളികളെ നമ്മൾ എങ്ങനെയാണ് അളക്കുന്നതെന്നും നിയന്ത്രിക്കുന്നതെന്നും ചർച്ച ചെയ്യും. റെഡിയല്ലേ? നമുക്ക് ആദ്യം തന്നെ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തിയാലോ? ഒരു രാജ്യം അതിന്റെ മുഴുവൻ കപ്പാസിറ്റിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അതോ അതിലും കുറവാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയാൽ പണപ്പെരുപ്പത്തിന്റെ പല അടിസ്ഥാന കാരണങ്ങളും നമുക്ക് മനസ്സിലാകും. ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് നമ്മളെ രണ്ട് നിർണായക ആശയങ്ങളിലേക്ക് കൊണ്ടുപോകും. ഒന്ന്, ഇൻഫ്ലേഷണറി ഗ്യാപ്പ്, അതായത് പണപ്പെരുപ്പ വിടവ്. രണ്ട്, ഡിഫ്ലേഷണറി ഗ്യാപ്പ്, അതായത് പണച്ചുരുക്ക വിടവ്. ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. ഒരു കടയിൽ കുറച്ചേ സാധനങ്ങളുള്ളൂ, പക്ഷേ വാങ്ങാൻ ഒരുപാട് പേരുണ്ട്. എന്ത് സംഭവിക്കും? സ്വാഭാവികമായും വില കൂടും. അതുപോലെ സമ്പദ്വ്യവസ്ഥയിൽ ആവശ്യക്കാർ കൂടുകയും ഉൽപ്പാദനം കുറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥയാണിത്. പലപ്പോഴും സർക്കാർ കൂടുതൽ പണം ചെലവഴിക്കുമ്പോൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആവശ്യം വല്ലാതെ വർദ്ധിക്കും. അതാണിതിലേക്ക് നയിക്കുന്നത്. ഇനി നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാലോ? കടയിൽ നിറയെ സാധനങ്ങളുണ്ട്, പക്ഷെ വാങ്ങാൻ അധികം ആളുകളില്ല. അപ്പോൾ കടയുടമ വില കുറയ്ക്കാൻ നിർബന്ധിതനാകും, അല്ലേ? ഇതാണ് ഡിഫ്ലേഷണറി ഗ്യാപ്പ്. സമ്പദ്വ്യവസ്ഥയിൽ ആളുകളുടെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ടോ മറ്റോ മൊത്തം ചെലവ് കുറയുമ്പോൾ ഉൽപ്പാദനം മന്ദഗതിയിലാകാനും തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഗ്യാപ്പുകളൊന്നും വെറും തിയറിയല്ല കേട്ടോ. അത് നേരെ വന്ന് കൊള്ളുന്നത് നമ്മുടെ പോക്കറ്റിലാണ്. പണപ്പെരുപ്പത്തിന് നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിന്റെ മൂല്യം എങ്ങനെ നിശബ്ദമായി കുറയ്ക്കാൻ കഴിയുമെന്ന് നമുക്ക് അടുത്തതായി നോക്കാം. ഇതിനെ നമുക്കൊരു നിശബ്ദ നികുതി എന്നു തന്നെ വിളിക്കാം. സർക്കാർ കൂടുതൽ പണം അച്ചടിച്ചിറക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള 100 രൂപ കൊണ്ട് ഇന്നലെ വാങ്ങാൻ കഴിഞ്ഞ സാധനങ്ങൾ ഇന്ന് കിട്ടില്ല. ആരും നിങ്ങളുടെ കയ്യിൽ നിന്ന് നേരിട്ട് പണം എടുക്കുന്നില്ല, പക്ഷേ നിങ്ങളുടെ പണത്തിന്റെ വില, അതിന്റെ വാങ്ങൽ ശേഷി കുറയുകയാണ്. അതാണ് ഇൻഫ്ലേഷൻ ടാക്സ്. ഈ ഒരു പ്രക്രിയയ്ക്ക് സാമ്പത്തിക വിദഗ്ധർ പറയുന്ന പേരാണ് സീനിയറേജ്. ഇത് സർക്കാരിന് വരുമാനമുണ്ടാക്കാനുള്ള ഒരു എളുപ്പവഴിയാണ്. പക്ഷെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വരുമാനം വരുന്നത് നമ്മുടെ എല്ലാം കയ്യിലുള്ള പണത്തിന്റെ മൂല്യം കുറഞ്ഞിട്ടാണ്. കടം കൊടുക്കുന്നവർ അത്ര വിഡ്ഢികളൊന്നുമല്ല. പണപ്പെരുപ്പം കാരണം തങ്ങൾ തിരികെ വാങ്ങുന്ന പണത്തിന് മൂല്യം കുറവായിരിക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം. അപ്പോൾ ആ നഷ്ടം നികത്താനായിട്ട് അവരൊരു പ്രീമിയം ചാർജ് ചെയ്യും. അതാണ് ഇൻഫ്ലേഷൻ പ്രീമിയം. ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടത്തിനുള്ള ഒരുതരം ഇൻഷുറൻസ് പോലെയാണിത്. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ പ്രീമിയം കൂടുന്നുണ്ടെങ്കിൽ അതൊരു സൂചനയാണ്. ബാങ്കുകളും മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളും പണപ്പെരുപ്പത്തിന്റെ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടെന്നും സമ്പദ്വ്യവസ്ഥയിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടെന്നും നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാം. പണപ്പെരുപ്പം ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് പോലെയാണ്.
കമ്പനികളുടെ ലാഭം ചിലപ്പോൾ അതങ്ങ് വലുതാക്കി കാണിക്കും, പക്ഷേ ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗ് ഉപയോഗിക്കുമ്പോൾ ആ കൃത്രിമമായ വളർച്ചയെ മാറ്റി നിർത്തി ഒരു കമ്പനിയുടെ യഥാർത്ഥ സാമ്പത്തിക ആരോഗ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിക്ഷേപകർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുവരെ നമ്മൾ പണപ്പെരുപ്പത്തിന്റെ ഓരോരോ ഇഫക്റ്റുകളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് ക്യാമറയൊന്ന് സൂം ഔട്ട് ചെയ്ത് വലിയ ചിത്രം നോക്കാം. പണപ്പെരുപ്പം ഒരു സമ്പദ്വ്യവസ്ഥയെ മൊത്തത്തിൽ എങ്ങനെയാണ് ബാധിക്കുന്നത്? ചിലപ്പോൾ അതൊരു സാംപ്നാക്രോക്ക് അഥവാ ഒരു വിഷമവൃത്തത്തിൽ നമ്മളെ എല്ലാവരെയും കുടുക്കിയേക്കാം. ഈ ഉദ്ധരണി ഒരവസാനമില്ലാത്ത ചാക്രിക പ്രക്രിയയെക്കുറിച്ചാണ് പറയുന്നത്. വില കൂടുമ്പോൾ ജീവനക്കാർ കൂടുതൽ ശമ്പളം ചോദിക്കുന്നു. ശമ്പളം കൂട്ടുമ്പോൾ കമ്പനികൾ വീണ്ടും വില കൂട്ടുന്നു. ഇതൊരു അവസാനമില്ലാത്ത കറക്കമല്ലേ? അതെ, ഇതാണ് ഇൻഫ്ലേഷൻ സ്പൈറൽ അല്ലെങ്കിൽ പണപ്പെരുപ്പു ചുഴി. ഇതിനെ വേജ് പ്രൈസ് സ്പൈറൽ എന്നും പറയും. ഒരിക്കലൊരു സമ്പദ്വ്യവസ്ഥ ഇതിലകപ്പെട്ടാൽ പിന്നെ പുറത്തു കടക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഈ കാണുന്ന ഗ്രാഫ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഇത് കാണിക്കുന്നത് നയരൂപകർത്താക്കൾ എപ്പോഴും നേരിടുന്ന ഒരു വലിയ ധർമ്മസങ്കടമാണ്. ഇവിടെ കാര്യങ്ങൾ അത്ര സിമ്പിളല്ല. തൊഴിലില്ലായ്മ കുറയ്ക്കാൻ നോക്കിയാൽ പണപ്പെരുപ്പം കൂടാനുള്ള സാധ്യതയുണ്ട്. ഇനി പണപ്പെരുപ്പം പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലോ ഒരുപക്ഷെ തൊഴിലവസരങ്ങൾ കുറഞ്ഞെന്നും വരാം. ഇതൊരു ടൈറ്റ്രോപ്പ് വാക്കുപോലെയാണ്. വളരെ ശ്രദ്ധിച്ച് ബാലൻസ് ചെയ്യേണ്ട ഒരു കാര്യം. ഒരു കാറ് സ്റ്റാർട്ട് ആവാതെ നിൽക്കുമ്പോൾ നമ്മളതിൻ്റെ ബാറ്ററി ഒന്ന് ബൂസ്റ്റ് ചെയ്യില്ലേ? അതുപോലെ ഒന്നാണ് റിഫ്ലേഷൻ. സമ്പദ്വ്യവസ്ഥ മന്ദഗതിയിലാകുമ്പോൾ സർക്കാർ നികുതി കുറച്ചോ അല്ലെങ്കിൽ കൂടുതൽ പണം വിപണിയിലിറക്കിയോ അതിനൊരു പുഷ് കൊടുക്കുന്നു. ലക്ഷ്യം ഒന്നേയുള്ളൂ, ഡിമാൻഡ് വർദ്ധിപ്പിച്ച് സാമ്പത്തിക വളർച്ച തിരികെ കൊണ്ടുവരിക. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത് നയരൂപകർത്താക്കളുടെ ഒരു പേടി സ്വപ്നമാണ്. എന്തുകൊണ്ടാണെന്നല്ലേ? പണപ്പെരുപ്പം തടയാൻ നോക്കിയാൽ തൊഴിലില്ലായ്മ കൂടും, തൊഴിലില്ലായ്മ കുറയ്ക്കാൻ നോക്കിയാൽ പണപ്പെരുപ്പം വീണ്ടും കൂടും. രണ്ടിൽ നിന്നും എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു തരം കെണിയാണിത്. ഓക്കെ, ഇത്രയും പ്രശ്നങ്ങളെപ്പറ്റി നമ്മൾ സംസാരിച്ചു. സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഇതിനൊക്കെ പരിഹാരമുണ്ടോ എന്ന്. തീർച്ചയായുമുണ്ട്. സാമ്പത്തിക വിദഗ്ധരും കേന്ദ്ര ബാങ്കുകളും പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ചില പ്രധാന ടൂൾസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് വളരെ സിമ്പിളായിട്ട് ഒരു ലക്ഷ്യം വെച്ച് മുന്നോട്ടു പോകുന്നത് പോലെയാണ്. കേന്ദ്ര ബാങ്ക് അങ്ങ് പ്രഖ്യാപിക്കും, നോക്കൂ, നമ്മുടെ ലക്ഷ്യം പണപ്പെരുപ്പം 2%-നും 4%-നും ഇടയിൽ നിർത്തുക എന്നതാണ്. ഇത് ജനങ്ങൾക്കും ബിസിനസ്സുകൾക്കും ഒരു വ്യക്തത നൽകുന്നു. ഭാവിയിൽ എന്ത് പ്രതീക്ഷിക്കാമെന്നറിയുമ്പോൾ അവർക്ക് മെച്ചപ്പെട്ട സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. പണപ്പെരുപ്പം എങ്ങനെ അളക്കും? അതിന് പല മാർഗങ്ങളുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും സമഗ്രവുമായ ഒന്നാണ് GDP ഡിഫ്ലേറ്റർ. ഇതിന്റെ ഫോർമുല ഇതാണ്. ഇത് യഥാർത്ഥത്തിൽ കാണിക്കുന്നത് ഒരു രാജ്യത്ത് ആ വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയിലുണ്ടാകുന്ന മാറ്റമാണ്. ഇത് പണപ്പെരുപ്പത്തിന്റെ ഏറ്റവും വിശാലമായ ഒരു ചിത്രം നമുക്ക് നൽകുന്നു. അപ്പോൾ എന്തുകൊണ്ടാണിത് ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നത്? കാരണം നമ്മൾ സാധാരണ കേൾക്കുന്ന ഉപഭോക്തൃവില സൂചിക, അതായത് CPI, ഒരു നിശ്ചിത കൂട്ടം സാധനങ്ങളുടെ വില മാത്രമേ നോക്കുന്നുള്ളൂ. പക്ഷേ GDP ഡിഫ്ലേറ്റർ അങ്ങനെയല്ല. അത് സമ്പദ്വ്യവസ്ഥയിലെ എല്ലാത്തിനെയും ഒരു സൂചി മുതൽ വിമാനം വരെ കണക്കിലെടുക്കും. അതുകൊണ്ട് തന്നെ ഇത് പണപ്പെരുപ്പത്തിന്റെ ഏറ്റവും കൃത്യമായതും യാഥാർത്ഥ്യവുമായ അളവുകോലായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഈ ഒരൊറ്റ ടേബിളിൽ ഒതുക്കിയിട്ടുണ്ട്. ഇതൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, സാമ്പത്തിക വളർച്ച ഇതെല്ലാം ഒന്നിനോടൊന്ന് കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. ഒരറ്റത്ത് പിടിച്ചാൽ മറ്റേ അറ്റത്ത് മാറ്റങ്ങൾ വരും. ഒരു ആധുനിക സമ്പദ്വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എത്രമാത്രം സങ്കീർണമായൊരു ജോലിയാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്, അല്ലേ? അടുത്ത തവണ പണപ്പെരുപ്പത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഈ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്ന് കരുതുന്നു. നന്ദി.